Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു. Good afternoon, ma'am. ക്രിസ്മസ് ഒക്കെ നന്നായിരുന്നു. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, മാം. ക്രിസ്മസ് ഹോസ്പിറ്റലിൽ പോയി. എന്താണ്? നന്നായിരുന്നു, മിസ്. നന്നായിരുന്നു. ഷാനി എന്താ പറഞ്ഞേ? ഷാനി ഫിറോസ്. ഹോസ്പിറ്റലിലായി പോയി, മാം. എന്ത് പറ്റി? ഇപ്പാക്ക് വയ്യ. അതെയോ? ഇപ്പൊ അഡ്മിറ്റ് ആണ്. ഓ. എന്ത് പറ്റിയതാ? ഇപ്പാക്ക് വോമിറ്റിംഗ് കൂടുതലായിട്ടേ, അപ്പൊ ഷുഗറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലാ. ഓ. ഓക്കെ. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഉച്ചക്കലത്തെ? മാം കഴിച്ചോ? മാം കഴിച്ചോ, മാം? എന്താണ്? മാം കഴിച്ചോന്ന്? ഞാൻ കഴിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തില്ലേ? Yes. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എടുക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി കേട്ടോ. വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി അവരുടെ ഡ്യൂട്ടീസ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. മൈക്ക് ഓഫ് ആക്കുവാണേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ എല്ലാവരുടെയും? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇനി പറയാനായിട്ട് പോകുന്നത് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. കമ്പൈലിംഗ് എന്ന് പറഞ്ഞാല് ഗ്യാദർ ചെയ്യുക, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കളക്ട് ചെയ്യുക. ഓക്കെ, അതാണ് കേട്ടോ കമ്പൈലിംഗ്. അപ്പൊ കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ചാർട്ടുകൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതും, അതിന്റെ റിപ്പോർട്ടുകളായാലും പിന്നെ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കത്തിടപാടുകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കളക്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. മനസ്സിലായോ പറഞ്ഞത്? മെഡിക്കൽ ചാർട്ടുകള്, അതുപോലെ തന്നെ റിപ്പോർട്ടുകള്, കറസ്പോണ്ടൻസ് ഇവ അറേഞ്ച് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. ഞാൻ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി ഏതെങ്കിലും ഒരു ടേം ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ദെൻ രണ്ടാമത്തത് കസ്റ്റമേഴ്സ് നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. രോഗികളുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് രോഗികളുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക എന്ന് പറഞ്ഞാല് രോഗികളുടെയും അതുപോലെ തന്നെ റിലേറ്റീവ്സിന്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി സർവീസിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുകയും സാറ്റിസ്ഫാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് പേഷ്യൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാകും. അവരുടെ ആവശ്യങ്ങൾ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസ് ഉറപ്പാക്കുകയും പേഷ്യന്റിന്റെ സംതൃപ്തി ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? അത് വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് provide support to healthcare staff and ensure appropriate maintenance of patient care unit. ഡോക്ടർമാർക്കും അതുപോലെ തന്നെ നഴ്സുമാർക്കും ആവശ്യമായ സപ്പോർട്ട് നൽകുകയും പേഷ്യന്റ് കെയർ യൂണിറ്റ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് ആരാണ്? അത് വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഡോക്ടേഴ്സിനായിക്കോട്ടെ നഴ്സുമാർക്കായിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും സഹായത്തിന്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതും, അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ യൂണിറ്റ് ഉണ്ട് അല്ലെ, ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ആ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടാണോ നടക്കുന്നത് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് ആരാണ്? അത് വാർഡ് സെക്രട്ടറിയാണ്. ദെൻ നാലാമത്തെ പോയിന്റ് കേട്ടോ, administer efficient communication network and manage flow of traffic. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, വാർഡിനുള്ളില് നല്ല രീതിയിലുള്ളൊരു ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടത്തുകയും ആളുകളുടെ, അതായത് അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ഫ്ലോ, അതായത് അവരുടെ വരവുകളും, അതായത് അവര് വന്നു പോകുന്നതിന്റെ ആ ഒരു ഫ്ലോ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാണ്? അത് വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒക്കെയാണോ 4 പോയിന്റ് പറഞ്ഞത്? ഓക്കെയാണ്? ബാക്കിയുള്ളവര് 4 പോയിന്റ് ക്ലിയർ ആയോ? ലാസ്റ്റ് ഒന്നും കൂടി പറയണം. ഓക്കെ, അതായത് അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുന്നത്. അതായത് വാർഡിനുള്ളില്, അതായത് ഹോസ്പിറ്റൽ വാർഡിനുള്ളില് നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം കാര്യക്ഷമമായിട്ട് നടത്തുകയും ആളുകൾ, അതായത് അവിടെ വരുന്ന രോഗികളുടെ ഫ്ലോ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വാർഡ് സെക്രട്ടറിയാണ്. Then next point,
Provide assistance to all nurses and ensure appropriate cleanliness of all units. എന്താണ്? എല്ലാ നഴ്സുമാർക്കും സഹായം നൽകുകയും, ഓക്കെ, അതായത് ആ വാർഡിനുള്ളിലുള്ള എല്ലാ നഴ്സുമാരെയും സഹായിക്കുകയും അതുപോലെ തന്നെ വാർഡിനുള്ളില് ക്ലീൻനെസ് അഥവാ ശുചിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നത് ആരാണ്? വാർഡ് സെക്രട്ടറിയാണ്. അപ്പോ വാർഡിനുള്ളിലെ നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വാർഡ് സെക്രട്ടറിയാണ്. മാത്രമല്ല ആ വാർഡ് വൃത്തിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പാക്കുന്നതും ആരാണ്? അതും വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, നെക്സ്റ്റ്, maintain and update patient database on computers and notify nursing staff on all diagnosis. ഇവിടെ എന്താ പറയുന്നേ? പേഷ്യന്റ് ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടറിലുള്ള രോഗികളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ഡയഗ്നോസിസ് സംബന്ധിച്ച വിവരങ്ങൾ നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുകയും ആരാണ് ചെയ്യുന്നത്? അത് വാർഡ് സെക്രട്ടറിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ എന്താണ് ചെയ്യുന്നത്? വാർഡ് സെക്രട്ടറി വന്നിട്ട് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് പേഷ്യന്റ് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ, അതായത് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് വാർഡ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഡയഗ്നോസിസ് അഥവാ രോഗനിർണയം സംബന്ധിച്ച വിവരങ്ങൾ നഴ്സിനെ അറിയിക്കുന്നത്, നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുന്നതും ആരാണ്? അതും വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, the next point, coordinate with the various departments and ensure proper services and supplies of unit. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വാർഡിന് ആവശ്യമായ സേവനങ്ങളും സാധനങ്ങളും ശരിയായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അതായത് ഇപ്പോ ഹോസ്പിറ്റൽ വാർഡിന് തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോട് കോർഡിനേഷൻ ഉണ്ടാവും അല്ലെ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സഹായങ്ങൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പലതരത്തിലുള്ള എക്യുപ്മെന്റുകളൊക്കെ വാർഡിലോട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോ മറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രോപ്പറായി വാർഡിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങളുണ്ടോ സാധനങ്ങളുണ്ടോ എന്ന് ശരിയായിട്ട് എന്താ പറയാ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അതും വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. Okay, the next one, prepare and update patient charts with the ancillary reports and forms from various departments. അതായത് എന്താ പറയാ മറ്റ് പേഷ്യന്റ് ചാർട്ട്സുകൾ, അതായത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഉണ്ടല്ലോ, അത് അപ്ഡേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് റിപ്പോർട്ടുകളോടൊപ്പം അത് അറ്റാച്ച് ചെയ്തിട്ട് വാർഡിലേക്കൊക്കെ അയക്കുന്ന, മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നതും ആരാണ്? വാർഡ് സെക്രട്ടറിയാണ്. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു വാർഡിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ വാർഡിലേക്ക് മാറ്റി എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെയുള്ള വാർഡ് സെക്രട്ടറി എന്ത് ചെയ്യണം? ആ പേഷ്യന്റ് ചാർട്ട് അപ്ഡേറ്റ് ചെയ്യണം. മാത്രമല്ല ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ, ആ റിപ്പോർട്ടുകളോടൊപ്പം ഇത് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വാർഡുകളിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? വാർഡ് സെക്രട്ടറി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, maintain a discharge summary reports for all patients and keep records of all patients and send medical records to MRD after the discharge patient. പിന്നെ അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ കീപ്പ് ചെയ്യുകയും ഇനി ഡിസ്ചാർജിന് ശേഷം മെഡിക്കൽ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ ഫയൽ അയക്കുകയും ചെയ്യുന്നത് ആരാണ്? അതും ഈ ഒരു വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് ആയി പോയ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ പോയ പേഷ്യൻസിന്റെ MRD, അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ കാരണം പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാല് പിന്നീട് പേഷ്യന്റിന്റെ ഫയല് വാർഡിൽ ആവശ്യമാണോ? ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ, ആവശ്യമുണ്ടോ? ഇല്ല. ഡിസ്ചാർജ് ആയി പോയ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യും? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ? അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? വാർഡ് സെക്രട്ടറിയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്,
Administer medical records for all physicians and the medical staff and maintain records of attendance. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് ഫിസീഷ്യൻ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ട് അല്ലെ, ഫിസീഷ്യൻസ്, ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. അവരുടെയൊക്കെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അവരുടെയൊക്കെ അറ്റൻഡൻസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? അതും വാർഡ് സെക്രട്ടറിയാണ്. Okay. The next one, monitor all emergency calls and evacuate facilities when required. അതായത് എമർജൻസി കോളുകൾ, അതായത് അടിയന്തരമായിട്ട് വരുന്ന കോളുകൾ മോണിറ്റർ ചെയ്യുകയും ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികളും ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? അതും വാർഡ് സെക്രട്ടറിയാണ്. ഈ ഒഴിപ്പിക്കൽ നടപടികൾ എന്താ? അതായത് പെട്ടെന്ന് എമർജൻസി ആയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ പെട്ടെന്നൊരു അടിയന്തരമായിട്ട് പെട്ടെന്നൊരു എമർജൻസി വന്നു, ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു എന്ന് വിചാരിക്കുക എമർജൻസി ആയിട്ട്. ആ സമയത്ത് വാർഡില് ചിലപ്പോ എന്താ പറയാ, ആവശ്യത്തിന് ബെഡ് ഉണ്ടാവില്ല ഈ പേഷ്യൻസിനെ കിടത്തുന്നതിന് വേണ്ടിയിട്ട്. അതായത് എമർജൻസി ആയിട്ട് വന്ന പേഷ്യൻസിനെ കിടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ബെഡ് ഉണ്ടാവണം എന്നില്ല. അപ്പോ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? ഇവാക്യുവേറ്റ് ചെയ്യും, ഒഴിപ്പിക്കും, അവരെ അവിടെ നിന്ന് മാറ്റും. അതിനെയാണ് ഇവാക്യുവേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു വാർഡ് സെക്രട്ടറി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്സ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ വിസിറ്റ് കറക്റ്റ് സമയത്താണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് വരുമ്പോൾ ശരിയായിട്ടുള്ള ECG, രോഗികൾക്ക് ECG എടുത്തിട്ടുണ്ടെങ്കിൽ, എക്കോ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത് ഈ ഒരു വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പൊ ഡോക്ടേഴ്സിന്റെ വിസിറ്റ് പ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ ECG, എക്കോ തുടങ്ങിയ റെക്കോർഡുകളൊക്കെ എന്താ പറയാ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നൊക്കെ ഉള്ളതും വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട നിങ്ങള്, കാരണം ഡ്യൂട്ടീസ് ആണ് ജസ്റ്റ് കേട്ടോ, വായിച്ചു മാത്രം പോയാൽ മതി. നെക്സ്റ്റ് പേജ് നിങ്ങളൊന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടൊന്ന് വായിക്കുക കേട്ടോ. ഓക്കെ,
ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? Patient care executive, floor manager in ward. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of patient care services, compares into government agency standards, and makes adjustment if necessary. ഇപ്പൊ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ഒരു രോഗം, ഏതെങ്കിലും ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി, ഒരു വൈകല്യം കഴിഞ്ഞിട്ട് സുഖം പ്രാപിക്കുന്ന രോഗികളെ സഹായിക്കുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയ പ്രൊഫഷണൽ സ്റ്റാഫിനെയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റിക്ക് ശേഷമോ സുഖം പ്രാപിക്കുന്ന രോഗികളെ, ഓക്കെ, അത്തരത്തിലുള്ള രോഗികളെ സഹായിക്കുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള സ്റ്റാഫുകളാണ് ആര്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ. ക്ലിയർ ആണോ? ഓക്കെ. ആ, അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട, അതായത് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, സർക്കാർ ഗുണനിലവാരങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടെ പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് എന്താ? പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒബ്സർവ് ചെയ്യുക. ദാറ്റ് മീൻസ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ പേഷ്യൻസിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. അത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് ക്രൈറ്റീരിയ, അതായത് നമുക്കറിയാം ഗവൺമെന്റിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അല്ലേ? എല്ലാ ഹോസ്പിറ്റലുകളും എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത്, അവിടെ ഏത് തരത്തിലുള്ള റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. എല്ലാ ഹോസ്പിറ്റലുകളിലും റൂൾസ് ഉണ്ടാവില്ലേ? ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഇല്ലേ? ആ, ഫോർ എക്സാമ്പിൾ എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കും ഒരു ഹോസ്പിറ്റലില്. ആ ഹോസ്പിറ്റലിന്റെ പരമാവധി എന്ത് ചെയ്യണം? ആ ഒരു രോഗിയെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കണം. മറിച്ച് എന്ത് ചെയ്യരുത്? അവരെ പറഞ്ഞയക്കരുത്, അല്ലെ? അത് ഹോസ്പിറ്റൽ റൂളിന് വിപരീതമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് റൂളിന് വിപരീതമാണ്, അല്ലെ? അപ്പോ ഇവരെന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഫ്ലോർ മാനേജർ ചെയ്യേണ്ട കാര്യം എന്താ? ഗവൺമെന്റ് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഡോക്ടേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാ? അത് ഫ്ലോർ മാനേജറാണ്. ഓക്കെ, ഇനി അഥവാ അവര് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ ഫ്ലോർ മാനേജർക്കുണ്ട്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ആ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ടവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ, ഹരിത എന്തോ ചോദിക്കുന്നുണ്ടല്ലോ. ചാപ്റ്റർ 5ഓ? ചാപ്റ്റർ 5 അല്ലല്ലോ ഞാൻ എടുത്തത്. ചാപ്റ്റർ 5 ഞാനാണോ എടുത്തത്? ഞാനല്ല കേട്ടോ, 6 ആണ് എടുത്തത്. 6 എടുത്തു, പിന്നെ 9 എടുത്തു, ഇപ്പോ 10 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ,
അപ്പൊ ഇവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ജോലി വിവരമാണ് താഴെ കൊടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ആൻഡ് ഫ്ലോർസ്. അതായത് ആദ്യത്തേതെന്ന് പറയുന്നത് വാർഡിലുള്ള സ്റ്റാഫുകളുടെ ഡിസിപ്ലിൻ ഉറപ്പാക്കുക, അല്ലെങ്കിൽ വാർഡുമായി ബന്ധപ്പെട്ട് ഫ്ലോറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളില്ലേ അവരുടെ അച്ചടക്കം പരിപാലിക്കുക. അതാണ് അവരുടെ ആദ്യത്തെ ഡ്യൂട്ടി കേട്ടോ. അപ്പോ അതിനകത്ത് ആദ്യം അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ചെക്ക് നോയ്സ് ലെവൽസ് ആണ്. അതായത് ശബ്ദം പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് മിതമായിട്ടുള്ള ശബ്ദമാണല്ലോ ഉപയോഗിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള അലർച്ച വെച്ചപ്പാടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോ അത് പ്രധാനമായിട്ടും നിലനിർത്തുന്നത് വാർഡിലൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാ? അത് ഈ ഒരു ഫ്ലോർ മാനേജർ ആണ് കേട്ടോ. അപ്പോ നോയ്സ് ലെവൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തത് എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. അതായത് ഡോക്ടേഴ്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അതായത് ഓരോ ദിവസവും എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, ആരൊക്കെയാണോ റൗണ്ട്സിന് വരുന്നത്, എത്ര ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അത് ഈ ഒരു ഫ്ലോർ മാനേജർ ആണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, എൻഷുവേഴ്സ് അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. അതായത് അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിലുള്ള സ്പീഡായിട്ടുള്ള നഴ്സിംഗ് കോളുകൾക്ക് വളരെ പെട്ടെന്ന് മറുപടി കൊടുക്കുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് കോളുകൾ ഉണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് റെസ്പോൺസ് സ്പീഡിലാക്കാനുള്ള ഒരു ഉറപ്പ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ടത് ആരാണ്? ഈ ഒരു ഫ്ലോർ മാനേജർ ആണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അവിടെ വർക്ക് ചെയ്യുന്ന വാർഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിക്കോട്ടെ അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നിവ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഇവർക്ക് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. അതായത് പുതിയ അഡ്മിഷൻ ഈ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ സിസ്റ്റത്തില് പുതിയതായിട്ട് വന്നിട്ടുള്ള അഡ്മിഷന്റെ വിവരങ്ങള് കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ സിസ്റ്റത്തില് പുതുതായിട്ട് വന്നിട്ടുള്ള അഡ്മിഷൻസ് ഉണ്ടല്ലോ അവരുടെ വിവരങ്ങള് എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, എൻഷുർ ദാറ്റ് ഡിസ്ചാർജസ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം ഇൻ ദ സിസ്റ്റം. അതായത് ഡിസ്ചാർജുകള് ശരിയായ സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, ഡിസ്ചാർജ് രോഗികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അതും ഫ്ലോർ മാനേജർ ആണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, റിസോഴ്സ് ഇഷ്യൂ റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഫ്ലോർ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽ, ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ബെഡുകളാണ്. ബെഡ് ഇല്ലെങ്കിൽ ആൾക്കാരെ രോഗികളെ നമുക്ക് കിടത്താനായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഒരു ഫ്ലോർ മാനേജർ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ നോക്കും, ബെഡുകൾ എത്രയാണ് അവൈലബിലിറ്റി എന്നൊക്കെ നോക്കും. ഇനി ബെഡുകൾ ഇല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എന്ത് ചെയ്യും? ബെഡ് വലിക്കും, ബെഡ് അവിടെ നിന്ന് കൊണ്ടുവരും. അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഫ്ലോർ മാനേജറാണ്. അപ്പോ ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ സോൾവ് ചെയ്യുന്നത് ഫ്ലോർ മാനേജറുടെ ഡ്യൂട്ടിയാണ്. Then next one, ensures patient care.
അതായത് രോഗികളുടെ പരിചരണം ഉറപ്പാക്കുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം. ആദ്യം തന്നെ എന്താണ്, പേഷ്യന്റിന്റെ പ്രശ്നം എന്താണെന്ന് അഡ്രസ് ചെയ്യുന്നു. ഓക്കെ. രണ്ടാമത്തത്, പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു. മൂന്നാമത്തത്, ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. മെഡിക്കൽ റെക്കോർഡ് ഫയല് കംപ്ലീറ്റ് ആണോ എന്ന് പരിശോധിക്കുക. അപ്പോ ഈ 3 കാര്യങ്ങളുമാണ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടത്. നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. കോർഡിനേറ്റിംഗ് വിത്ത് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. അതായത് എന്താ ഇവിടെ പറയുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നു വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. അതായത് വാർഡ് കാഴ്ചവെക്കുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങള് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫോർത്ത് പോയിന്റ്. ഫിഫ്ത് പോയിന്റ്, ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻസിഡൻസ്. ഇവിടെ എന്താ പറയുന്നത്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നിവ സംബന്ധിച്ച് HOD അഥവാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് നൽകും. അപ്പൊ ആശുപത്രിയിലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റു പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ട് HODക്ക് റിപ്പോർട്ട് നൽകുന്നത് ആരാണ്, അത് ഫ്ലോർ മാനേജർ ആണ്. ഓക്കെ. സിക്സ്ത് പോയിന്റ്, supervise the duties of ward secretaries on the respective floor, ensures that the ward secretaries are placing doctors beside procedures like beside echo, ECG, ENT. ഇവിടെ പറയുന്നത് ഡ്യൂട്ടീസ് സൂപ്പർവൈസ് ചെയ്യാന്നുള്ളതാണ്. അതായത് വാർഡ് സെക്രട്ടറി എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും ഫ്ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സിന്റെ വിസിറ്റ് കറക്റ്റ് ആണോ, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് അവരെ പരിശോധിക്കുന്നുണ്ടോ, എക്കോ എടുക്കുന്നുണ്ടോ, ECG എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടത് ആരാണ്, അത് വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ICU എടുത്തായിരുന്നോ? ICU വന്ദന മിസ് എടുത്തല്ലേ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ റീഡ് ചെയ്തോളൂ കേട്ടോ.
ഓക്കെ, അപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസറെ കുറിച്ച് നമുക്ക് നോക്കാം. Patient relation officers are responsible for managing the relationship between healthcare providers and the patients. They work with the doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient's care are pleased with their experience. അപ്പോ ആരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അഥവാ PRO? PRO എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? PRO ഹോസ്പിറ്റലിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ചില സമയത്ത് നമ്മൾ PROനെ കാണാനായിട്ട് ചെല്ലും, ചില എമർജൻസി സിറ്റുവേഷനിലൊക്കെ അല്ലെ? അപ്പോ ആരാണ് എന്ന് നോക്കാം. ആശുപത്രിയിലും അതുപോലെ തന്നെ രോഗികളുടെയും ഇടയിൽ, ആശുപത്രിക്കും രോഗികൾക്കും ഇടയില് നല്ല ബന്ധം നിലനിർത്താനുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, അതായത് ആശുപത്രിക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും ഇടയിൽ നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആരെ കാണുന്നത്? പേഷ്യന്റ് റിലേഷൻ ഓഫീസറെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഡോക്ടർമാര് അതുപോലെ തന്നെ നഴ്സുമാര്, ആശുപത്രിയിലെ മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികള് എന്നിവരുമായി സഹകരിച്ച് രോഗികൾക്ക് മികച്ച രീതിയിലുള്ള കെയർ നൽകുന്നു എന്ന് ഉറപ്പാക്കുന്നു. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ PRO എന്ന് പറയുന്ന വ്യക്തി ഡോക്ടേഴ്സുമായിട്ടും നഴ്സുമാരുമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? പരസ്പരം സഹകരിച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ PRO അഥവാ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം ആരാണ്? ശരിക്കും പറഞ്ഞാല് ഒരു ഇന്റർമീഡിയറ്റ് ആണ്, ഒരു എന്താ പറയാ മീഡിയേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആർക്കിടയില്? പേഷ്യൻസിനും ആശുപത്രികൾക്കിടയിൽ നിന്നിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? ഈ ഒരു PRO ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻസിഡന്റ് പറയാം. അതായത് ഹോസ്പിറ്റലില് പെട്ടെന്ന്, അതായത് ഒരു രോഗി ICU കിടക്കാണെന്ന് വിചാരിക്കാം, ഒരു പേഷ്യന്റ്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന് ക്രിട്ടിക്കൽ ആവുകയാണ്. അപ്പോ പുറത്ത് നിൽക്കുന്ന ബന്ധുക്കള്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുവാണ് അവർക്ക്. അതായത് അധികം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ വന്നിട്ടുള്ള പേഷ്യന്റ് ആണ്, പക്ഷെ പെട്ടെന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോ യഥാർത്ഥ കാരണം എന്താണ്? അതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഡോക്ടേഴ്സോ നഴ്സുമാരോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് PROനെ കണ്ടിട്ട് കാര്യം ബോധ്യപ്പെടുത്താം. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനായിട്ട് PRO എന്ന് പറയുന്ന വ്യക്തിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അവരാണ് ഡോക്ടർമാരുമായിട്ടും നഴ്സുമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരം നൽകുന്നത്. മനസ്സിലായോ PRO ആരാണെന്ന്? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ്, അവരുടെ പ്രധാനപ്പെട്ട ജോലി വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. A patient relation manager typically has an extensive range of responsibilities which include, അതായത് നമ്മൾ മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്ന് കുറച്ച് എന്താ പറയാ എക്സ്പെൻസീവ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അതെന്തൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ensuring that the patients are comfortable during their visit by greeting them warmly. അതായത് രോഗികൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അവർക്ക് സുഖകരമായി തോന്നുന്ന രീതിയിൽ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി കേട്ടോ. ഓക്കെ, അപ്പൊ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത്
അവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള തരത്തിൽ എന്ത് ചെയ്യണം, സ്വീകരിക്കേണ്ടത് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. രണ്ടാമത്തെ പോയിന്റ്, മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ അവെയർ ഓഫ് എനി ചേഞ്ചസ് ഇൻ ദയർ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഓർ മെഡിക്കൽ കണ്ടീഷൻസ് ആൻഡ് ഇൻഫോമിംഗ് ദം ഓഫ് എനി ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അതായത് പേഷ്യന്റിന് ചികിത്സയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, അവരുടെ ട്രീറ്റ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെ. അപ്പോ ചികിത്സയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ രോഗികളെ അറിയിക്കുന്നത് ആരാണ്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ. Then മൂന്നാമത്തെ പോയിന്റ്, അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. അതുപോലെ തന്നെ പേഷ്യൻസിന് പോകുന്നതിനും വരാനും വേണ്ടിയിട്ടുള്ള എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും ആരാണ്, PRO ആണ്. വാർഡിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ വാർഡുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ രോഗികൾക്ക് മറ്റ് ഹോസ്പിറ്റലുകളിൽ രോഗികളെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അല്ലെ. ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ട വരും, ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിലവിൽ ചികിത്സയിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോ ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, providing emotional backup to patients, including answering patient questions and offering reassurance. അതായത് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ്, അതായത് ഇപ്പോ രോഗികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു എന്താ പറയാ ഇമോഷണൽ ബാക്കപ്പ്, അതായത് ആവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് രോഗികൾക്ക് കൊടുക്കുക, പിന്നെ പേഷ്യന്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക, ഒരു റീ അഷ്വറൻസ്, ഒരു പേഷ്യൻസിന് ഒരു ഉറപ്പ് കൊടുക്കുക എന്നുള്ളതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടത്തില് ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും എന്നുള്ള ഘട്ടത്തില് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്തായാലും ഈ പേഷ്യന്റ് ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സാന്ത്വനാണല്ലോ ആ സമയത്ത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ഒക്കെ വരുന്നത് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. ഓക്കെ. 4 പോയിന്റ് ഓക്കെയാണോ? ഓക്കെയാണ്. ആ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് പറയാമോ? ആദ്യത്തെ 2 പോയിന്റ് പറയാമോ? മറ്റേ പേഷ്യന്റ് റിലേഷൻസ് 2 പോയിന്റ്, ഫസ്റ്റ് 2 പോയിന്റ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ് ആണോ? ആ ഡ്യൂട്ടീസ് 2 പോയിന്റ് ഉണ്ടല്ലോ ആദ്യത്തെ. അതായത് പേഷ്യന്റ് വരുമ്പോൾ അവരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ ചികിത്സയിൽ അവരുടെ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അവരുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങള്, അല്ലെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ്സ്, മറ്റു ഡോക്ടേഴ്സിനെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ അറിയിക്കുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ. ഓക്കെ ഓക്കെ മാം. പിന്നെ എനിക്ക് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് സെക്രട്ടറി ഇല്ലേ, അതിൽ 2 പോയിന്റ്സ് പറഞ്ഞുതരാം മാം. ലാസ്റ്റ് പറഞ്ഞു ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഇല്ലേ, അതിൽ അവസാനത്തെ 2 പോയിന്റ് ഉണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റർ മെഡിക്കൽ റെക്കോർഡ്സ്. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്കിനെ പഠിപ്പിച്ച ഫസ്റ്റ് പോയിന്റ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്. ലാസ്റ്റ് 2 പോയിന്റ്, ലാസ്റ്റത്തെ 3 പോയിന്റ്, ലാസ്റ്റത്തെ 3 പോയിന്റോ? പോയിന്റ് അതായത് മെഡിക്കൽ
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഫിസീഷ്യൻസ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള് അവരുടെ മെഡിക്കൽ റെക്കോർഡുകളും അറ്റൻഡൻസ് റെക്കോർഡും ഒക്കെ കളക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു വാർഡ് സെക്രട്ടറി ആണ്. പിന്നെ എമർജൻസി കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത്, അത് മോണിറ്റർ ചെയ്യുന്നതും ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികൾ, വാർഡിൽ നിന്ന് ആളുകളെ മാറ്റുന്നതും ഒക്കെ വാർഡ് സെക്രട്ടറി ആണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ വിസിറ്റ് കറക്റ്റ് സമയത്താണോ, ഡോക്ടേഴ്സ് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ, അത് ECG ആയിക്കോട്ടെ എക്കോ ആയിക്കോട്ടെ, ഇത് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും വാർഡ് സെക്രട്ടറിയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. ഇനി മൊഡ്യൂൾ 1 വേറെ ഒന്നുമില്ലല്ലോ എടുക്കാനായിട്ട്, കംപ്ലീറ്റ് ആയില്ലേ? മാം ചാപ്റ്റർ 5 എടുക്കാനുണ്ട് മാം. ചാപ്റ്റർ 5 വന്ദന മിസ് എടുത്ത് കുറച്ച് ഭാഗം എടുക്കാനുണ്ട്. ചോദിച്ചായിരുന്നു അവർക്ക്. ആണോ? വന്ദന മിസ് ബാക്കിയുണ്ടോ എടുക്കാൻ? ചാപ്റ്റർ 5 കുറച്ച് എടുക്കാനുണ്ട്. നമ്മളെ ചാപ്റ്റർ 5 ഒക്കെ എല്ലാം കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആക്കാതെയാണ് മിസ് അടുത്ത മൊഡ്യൂളിലോട്ട് പോയത്. അല്ലടാ, ചാപ്റ്റർ 5 ഇതൊന്നും എടുത്തില്ലല്ലോ. മറ്റേ എന്തുവാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ അതൊന്നും എടുത്തില്ലായിരുന്നല്ലോ. ഹ്യൂമൻ റിസോഴ്സും ഫിനാൻസും ഒന്നും എടുത്തില്ലായിരുന്നല്ലോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഹരിത കേൾക്കാഞ്ഞിട്ടായിരിക്കും അതൊക്കെ എടുത്തതാ. ഓർത്തോപീഡിയ ഒക്കെ എടുത്തായിരുന്നു. ന്യൂറോളജി, ഫിസിക്കട്രി ഒക്കെ എടുത്ത, പൾമോളജി ഒക്കെ എടുത്തായിരുന്നോ? അത് എടുത്തു എന്നാണ് ഹരിത പറയുന്നേ. ക്ലാസ് ഇല്ലായിരുന്നായിരിക്കും, അറിയാൻ വയ്യ മാം. ചാപ്റ്റർ ഒന്നും എടുത്ത് കണ്ടില്ല, ഞാൻ ചോദിച്ചത്. അതൊക്കെ കൊറേ നാളായി എടുത്തിട്ട്. ഇപ്പൊ മിസ് അടുത്ത മൊഡ്യൂളിൽ ഇപ്പൊ 2-3 ചാപ്റ്റർ എടുത്ത്. ഓക്കെ, അപ്പൊ അത് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയതാണ്. ഓക്കെ മാം, ഓക്കെ ഓക്കെ. അപ്പോ നാളെ മിക്കവാറും ഞാനായിരിക്കും ക്ലാസ്സിൽ വരിക. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വാർഡ് ഫിനിഷ് ചെയ്യാം. ഒരു 5-6 പോയിന്റ്സും കൂടി പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് ലബോറട്ടറി സർവീസ് എടുത്തിട്ടില്ലല്ലോ. ലബോറട്ടറി സർവീസ് എടുക്കാം കേട്ടോ. അതായത് മൊഡ്യൂൾ 2 കടക്കാം. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത ഭാഗങ്ങള് വായിച്ചു നോക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ആണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.